നമസ്കാരം. ശ്രീകൃഷ്ണകഥാമൃതം ഭാഗം 591. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 591. 89-ാം സർഗം ദേവർഷി വീണ്ടും മധുരയിലേക്ക് എന്ന സർഗത്തിൽ 28-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയത്. അതായത് വ്രജത്തിൽ ചെന്നുടൻ ഞാനും ആവും പോലൊക്കെ നോക്കിടാം, ഈ വണ്ണം കംസനോടോതി മഹാത്മാവ് എഴുന്നള്ളവേ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 29-ാമത്തെ ശ്ലോകം മുതൽക്ക് പറയണം. തിരുമുമ്പിൽ ഉണർത്തിച്ചാൻ കേശി എന്ന മഹാസുരൻ, മുനിയോദിയ വിഡ്ഢിത്തമൊക്കെയും കേട്ടു ഞാൻ പ്രഭോ. ഇവിടെയാണ് രാജാവും മന്ത്രിയും കൂടിയിട്ടുള്ള അടുപ്പം കാണിക്കുന്നത്. രാജാവ് എങ്ങനെയാണ് അതേപോലെ മന്ത്രി ഉപദേശിക്കുള്ളൂ. രാജാവ് നല്ലവനാണെങ്കിൽ മന്ത്രി നല്ലത് ഉപദേശിക്കും, ദുഷ്ടനാണെങ്കിലോ ദുഷ്ടത്തിനെ ഉപദേശിക്കുള്ളൂ. യഥോ രാജ തഥോ പ്രജ, അതാണ് മാനദണ്ഡം. അപ്പോൾ നാരദർ പറഞ്ഞു താൻ ഇനി കൂടുതൽ വിഷമിക്കൊന്നും വേണ്ട, ഉടനെ തന്നെ ശ്രീകൃഷ്ണനും ഏട്ടനുമായിരിക്കുന്ന ബലരാമേനെയും വിളിച്ചു വരുത്തി വധിച്ചോളൂ. കാരണം നീ പറഞ്ഞ അയച്ച ആൾക്കാരേനൊക്കെ യമലോകത്തേക്ക് പറഞ്ഞു വെച്ചത് ആ എന്താണെന്ന് പറയുക ബാലകൃഷ്ണനാണ്. ദേവന്മാർ അശരീരി തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അശരീരി ശരിയായിരുന്നു. ദേവന്മാർ ദേവകി ദേവി പ്രസവിച്ചപ്പോൾ ആ കുട്ടീനെ യശോദര അടുത്ത് കൊണ്ടാക്കി, യശോദര അവിടെയുള്ള കുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. അതിനിപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ വസുദേവരോ ദേവകിയോ വിചാരിച്ചാൽ നിവൃത്തിയില്ല. ഒരു കാര്യം ചെയ്തോളൂ, അവരെ രണ്ടാളേനെയും ഈ കാരാഗ്രഹത്തിൽ ചങ്ങലക്കിടും. ഇതാണ് ഈ ഇന്ത്യൻ പീനൽ കോഡ് വളരെ അർത്ഥവത്തായിട്ടുള്ള ഷോർട്ട് ഫോമാണ് IPC എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ തെറ്റ് ചെയ്തുവോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നത് വരെ അയാളുടെ സ്വത്തിനും അയാളുടെ ജീവനെയും സംരക്ഷിക്കാൻ ഭാരതീയ ചിന്താശാസ്ത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഭാഗവതം വിളിച്ചു പറഞ്ഞത് എത്ര ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതാരാ റെക്കമെൻഡ് ചെയ്തത്? സാക്ഷാൽ നാരദർ ദേവർഷി അല്ലേ. അപ്പോൾ ഇത് കേട്ടു നിൽക്കുന്ന തിരുമുമ്പിൽ ഉണർത്തിച്ചാൻ കേശി എന്ന മഹാസുരൻ, മുനിയോദീയ വിഡ്ഢിത്തമൊക്കെയും കേട്ടു ഞാൻ പ്രഭു. അപ്പോഴാണ് രാജാവിനും മന്ത്രിയോട് സ്നേഹം ഉണ്ടാവുള്ളൂ. ആ വന്ന താടിക്കാരൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് പറഞ്ഞാൽ എന്നാൽ താൻ എന്തിനാ മന്ത്രി ആയിരിക്കണത്? അയാളായിക്കോട്ടെ, ഇനി മന്ത്രി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഭക്തി കൂടാതെ താൻ കാര്യം സാധിക്കാം വേണ്ട സംശയം. ഭക്തി കൂടാതെ കണ്ട്, അതായത് ഭക്തിയുള്ള ഒരാളെ അങ്ങോട്ട് അയക്കണം എന്ന് പറഞ്ഞത് ഇൻഡയറക്റ്റായിട്ട് അക്രൂരിനെ അയക്കൂ, അക്രൂരിന് മറ്റേ വൈകുണ്ഠ ദർശനം ഉണ്ടായിക്കോട്ടെ എന്ന് ഭഗവാൻ നാരദരെ വിചാരിച്ചിട്ടാണ്. ഭക്തി കൂടാതെ താൻ കാര്യം സാധിക്കാം വേണ്ട സംശയം, ഒരൊറ്റ നാഴികക്കുള്ളിൽ എത്തിക്കാം രണ്ടുപേരെയും. ജീവനോടെ കൊന്നിട്ടോ രണ്ടാളേനും വേണമെങ്കിൽ ഞാൻ ഇവിടെ എത്തിച്ചോളാം, എനിക്ക് അത്രയും വലിയ കഴിവുണ്ട്. ഈ വണ്ണം മോതും അവനെ സമ്മാനിച്ചു മഹീപതി. അതാണ്. അപ്പോൾ നാരദരെ സമ്മാനിച്ചതിനേക്കാൾ ജാസ്തി ഇയാളെ സമ്മാനിച്ചു. ഈ വണ്ണം മോതും അവനെ സമ്മാനിച്ചു മഹീപതി, അയച്ചാൻ അവനോ മന്ദം അശ്വാകൃതയോട് ഓടിനാൻ. ഇതാണ് കേശിവധം എന്നുള്ള കഥയിലേക്ക് പോകാൻ പോയത്. അപ്പോൾ അയച്ചാൻ അവനോ മന്ദം അവനോ അമന്ദം, അങ്ങനെ വായിക്കണം. അവനോ അമന്ദം അശ്വാകൃതയോട് ഓടിയ, വേഗത്തിൽ ഓടി തന്നെയാണ്. മന്ദമല്ലാതെ കണ്ട്
പിന്നീട് മുഷ്ടികൻ മുമ്പാം മല്ലന്മാർ മുഖ്യമന്ത്രികൾ പാപ്പാന്മാർ മുതലായോരെ വരുത്തേ നൃപൻ ഓതിനാൻ. അതായത് കുവലയാപീഠം എന്നുള്ള ആന കംസൻ്റെയാണ്. അപ്പോൾ കംസൻ്റെ ആ ആനപ്പാപ്പാന്മാരെയും പിന്നീട് മുഷ്ടികൻ മുമ്പാം, മുഷ്ടികൻ, ചാണൂരൻ, ആന്ധ്രൻ എന്നതായിട്ടുള്ള പല ഗുസ്തി പിടുത്തക്കാരുണ്ട്, അവരെന്നൊക്കെ വിളിച്ചു. പാപ്പാന്മാർ മുതലായോരെ വരുത്തി നൃപൻ ഓതിനാൻ. വ്രജത്തിൽ വാർകയാം പോലും വസുദേവൻ്റെ മക്കളായ 2 പേര് എൻ്റെ ശത്രുക്കൾ ഓർക്കണം നിങ്ങളെ വരും. അല്ലേ, ഓർക്കല്ലേ ഇപ്പോളേ. വ്രജത്തിൽ വാഴുകയാം പോലും വസുദേവൻ്റെ മക്കളായ 2 പേർ എൻ്റെ ശത്രുക്കൾ ഓർക്കണം നിങ്ങളെ വരും. ധനുര്യാഗത്തിനെന്നോതി. നുണ പറയാന്നല്ലാണ്ട് വെഡ്ഡിക്കൂഷ്മാണ്ടന്മാർ, ദുഷ്ടന്മാർക്കൊന്നും അറിയില്ല. ആരോടാ നുണ പറഞ്ഞത്? എന്തിനാ നുണ പറഞ്ഞത്? ഈശ്വരനെ പറ്റിക്കാനോ? ഈശ്വരനെ എങ്ങനെ നമുക്ക് പറ്റിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടേ, നമ്മൾ വില്ലേജ് ഓഫീസറായിക്കോട്ടെ, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറായിക്കോട്ടെ, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, മന്ത്രിമാരായിക്കോട്ടെ, ആരാണെങ്കിലും ഈശ്വരനെ ചതിക്കാൻ പറ്റില്ല എന്നുള്ള ബാലപാഠം 8, 10, 12 വയസ്സിൽ പഠിച്ചാൽ ഈ ലോകം നന്നായി. ഈ ലോകം നന്നാവാൻ ഇത് മാത്രമേ ഉള്ളൂ. പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഗീത പഠിക്കുക പറയും ചിലവർ. ഗീത പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഗീതയുടെ അർത്ഥം എന്താണെന്ന് അറിയാണ്ട് ഗീത കാണാൻ പാഠം പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ മഹാഭാരതം എന്നുള്ളതിൽ ഒരു ഭാഗമാണ് ഗീത. അപ്പോൾ ഈ രാജാക്കന്മാരുടെയൊക്കെ മനസ്ഥിതി മനസ്സിലാക്കി രജോ ഗുണം തമോ ഗുണം യേശില്ല എന്ന് മനസ്സിലാക്കിയാലല്ലേ ഭഗവത്ഗീത നമുക്ക് മനസ്സിലാവുള്ളൂ. കൃഷ്ണനോട് ദുര്യോധനാദികളെ തട്ടിക്കളാന്ന് ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞത്? നിൻ്റെ ഉള്ളിലുള്ള കാമക്രോധ മത മത്സര ലോഭ ഭയാദികളാകുന്ന 6 വൈരികളെ നീ കൊല്ലേ. ഇത് നമ്മൾക്ക് കൂടി ബാധക. അർജുന വിഷാദയോഗമല്ല. ഓരോരുത്തരുടെയും വിഷാദം എന്താ? നമ്മുടെ ശത്രുക്കളായിരിക്കുന്ന അവരവരുടെ അവരവർ സൃഷ്ടിക്കുന്ന ഭീകരാന്തരീക്ഷത്തിന് കാരണം എന്താ? അവരവരുടെ ഉള്ളിലുള്ള കാമക്രോധ മത മത്സരം. അപ്പോൾ ഭാഗവതം പഠിക്കുമ്പോൾ തന്നെ നല്ലൊരു ആചാര്യനെ കിട്ടണം. എന്നാലോ അദ്ദേഹം മനസ്സിലാക്കും ഈ ഹ്രീം എന്നുള്ള മന്ത്രം, കാമരാജമന്ത്രം കാമനകളെ ജയിച്ചവർക്കും ഉള്ളതാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കണ്ടേ. ഹ്രീം, ക്ലീം, ഇതൊക്കെ ബീജമന്ത്രങ്ങളാണ്. ഈ ബീജമന്ത്രങ്ങളാണ് നമ്മുടെ ഐഡൻറ്റി സൂക്ഷിക്കുന്നത്. അതും ശ്രദ്ധിക്കണം. അപ്പോൾ ധനുര്യാഗത്തിനെന്നോതി വരുത്താം അവരെ ക്ഷണം ചാണൂരനും മുഷ്ടികനും തയ്യാറാകണം എന്തിനും. നുണ പറഞ്ഞിട്ട് അവരെയാണ് കൊണ്ടുവരിക. എന്നിട്ട് അവരെ ചാണൂരനും മുഷ്ടികനും തയ്യാറാകണം എന്തിനും. കൊല വിളിക്കണം എന്നാണ് പറഞ്ഞത്. കൊന്നു തരണം. മല്ലരംഗം ഉടൻ കെട്ടി വിധാനിപ്പിച്ചു കൊള്ളണം വിരിക്കണം അരങ്ങത്ത് പട്ടിൻ പർവ്വതാനികൾ. മല്ലരംഗം ഉടൻ കെട്ടി വിധാനിപ്പിച്ചു കൊള്ളണം വിരിക്കണം അരങ്ങത്ത്. അവിടെ വിരിക്കണം മരങ്ങത്ത് എന്നാണ്. അതാണ് സംസ്കൃതം മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിരിക്കണം അരങ്ങത്ത് പട്ടിൻ പർവ്വതാനികൾ. ഭേദപ്പെട്ടോർക്കും മഞ്ചം മറഞ്ഞിടാതെ നോക്കണം. ഭേദപ്പെട്ടവർക്ക്, സമൂഹത്തിൽ വലിയ നിലയുള്ള കള്ളന്മാർക്ക് എന്നർത്ഥം. കാരണം ഇയാളാരാ? ദുഷ്ടനാണ്. ഭേദപ്പെട്ടോർക്കും മഞ്ചം മറഞ്ഞിടാതെ നോക്കണം. ഇരുന്നു കാണണം മല്ലയുദ്ധം വന്നവരെ വരും. എല്ലാവർക്കും മല്ലയുദ്ധം വീക്ഷിക്കാൻ സാധിക്കണം. കൂറ്റൻ കുവലയാപീഠം അവരെ കൂറ്റൻ ഇവിടെ കൂല്ല, അവിടെ അത് കൂവാക്കണം. കൂറ്റൻ കുവലയാപീഠം അവരെ തക്കമാതിരി സ്വാഗതം ചെയ്യുവാൻ പാപ്പാൻ പഠിപ്പിക്കണം ആ വിധം. തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ മേളിലേക്ക് ആക്കിയിട്ട് തൊഴുന്ന കൂടുതലാക്കണം. ഉടനെ എന്ത് ചെയ്യണം? അവരെ രണ്ടാളെയും തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി നിലത്ത് അടിക്കണം, പിച്ച് ചീന്തണം.
മുൻകാലുകൾ ചവിട്ടി തുമ്പിക്കൈകൊണ്ട്. ഇതാണ് അയാളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് പറഞ്ഞത് ബുദ്ധി. അപ്പോൾ പറഞ്ഞു സ്വാഗതം ചെയ്യുവാൻ പാപം പഠിപ്പിക്കണം. ആ വിധം ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. ബുദ്ധിപൂർവകം ആലോചിച്ച് ഏവരും ചെയ്തു കൊള്ളണം. ചതുർദശി ദിനം തന്നെ ധനുരാഗം തുടങ്ങണം. ചതുർദശിക്ക് തുടങ്ങണം എന്നാണ്. ആർക്കാർക്കും അന്ന് ഉത്സവമാണ്. ആടുകോഴികളെത്രയും അറുപ്പതിൽ മടിക്കേണ്ട. അപ്പോൾ മനസ്സിലായില്ലേ ഏതാ സ്വഭാവക്കാരൻ? രജോ ഗുണവും തമോ ഗുണപ്രധാനികളാണ് ഇവരൊക്കെ. അപ്പോൾ ഈ ആടും മാടിനെയൊക്കെ ഹനിക്കുന്നവരാരാ? തമോ ഗുണം ഉള്ളവരാ, രജോ ഗുണമുള്ളവരാ, അസുരന്മാരെന്ന് തന്നെ പറയണം. എനിക്കാരോട് ദേഷ്യണ്ടായിട്ട് പറയില്ല കേട്ടോ. അപ്പോൾ ആർക്കും അന്ന് ഉത്സവമാണ്. ആടുകോഴികളെത്രയും അറുപ്പതിൽ മടിക്കേണ്ട. ഭൈരവൻ പ്രീതനാകണം. ആ വാക്കന്നെ തെറ്റാ. ഭൈരവൻ എന്നുള്ളത് ശിവൻ്റെ ഒരു രൂപമാണ്. ആടും മാട് അർത്ഥിട്ടല്ല ഭൈരവനെ ഓം നമ ശിവായ ശിവായ നമ ഓം എന്ന് അപ്പോൾ അതാണ് ചില ഈ ചതുർവേദത്തിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം കഴിഞ്ഞാൽ അഥർവവേദത്തിൽ 75% മാരണം മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അങ്ങനത്തെ ഒരു ലോകത്തിൽ അപ്പോൾ ഭഗവാൻ അറിയാം എല്ലാവരും കൂടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയാൽ അവിടെ സീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ പുനരഭിജനനം പുനരഭിമരണം പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോഴല്ലേ തിന്മ ഉണ്ടെങ്കിലല്ലേ നന്മ എന്താണെന്നുള്ളത് അറിയുള്ളൂ. എല്ലാവരും നല്ലവരാവാൻ പറ്റില്ല. അപ്പോൾ ഭാഗവതം എന്താ പറഞ്ഞത്? ഈ ത്രിഗുണങ്ങളാകുന്ന വേര് സാത്വികം, രാജസം, താമസം എന്നുള്ള വേരുകളോടുകൂടി 12 കവരങ്ങളുള്ള, അതായത് 12 ജോയിൻസ് ഉള്ള ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ 2 തരം പഴങ്ങളാണുള്ളത്. അത് കഴിക്കണതുമുണ്ട്, ചമർക്കണതുമുണ്ട്, മധുരിക്കണതുമുണ്ട്. അപ്പോൾ അതിൽ 2 പക്ഷികളുണ്ട്. ആ പക്ഷികളാണ് ജീവാത്മാവും പരമാത്മാവും. ഒരു നാണയത്തിൻ്റെ 2 ഭാഗമാണ്. അപ്പോൾ ജീവാത്മാവ് എല്ലാം കൊത്തി നോക്കും. അപ്പോൾ കയ്പും മധുരമൊക്കെ അത് അനുഭവിക്കും. മറ്റേ പക്ഷിയോ ആധ്യാത്മിക, മുമ്പിൽ നോക്കി നിൽക്കുകയുള്ളൂ. ഒന്നും കാണുന്നതൊന്നും കൊത്തില്ല. ഇപ്പം ലോകത്ത് വഴികൂടെ പോകുന്നവരൊക്കെ ഭാര്യ ആവണം അല്ലെങ്കിൽ കിട്ടിയാൽ തറക്കില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. കാരണം സ്ത്രീ ഒരു ഭോഗവസ്തുവായിട്ട് തരം താഴ്ത്തി ആലോചനാശേഷി ഇല്ലാണ്ട് വികാരത്തിന് അടിമപ്പെടുമ്പോഴാണ് അങ്ങനെയൊക്കെ പ്രശ്നം വരിക. അതൊക്കെ പാപമാണ്. അതാണ് ആർക്കും അന്ന് ഉത്സവമാണ്. ആടുകോഴികൾ എത്രയും മറുപ്പതിൽ മടിക്കേണ്ട. ഭൈരവൻ പ്രീതനാകണം. ആ മട്ടിൽ ഏർപ്പാടുകൾ ചെയ്ത് കംസൻ അക്രൂരനെ ഗൂഢമുടൻ വരുത്തി. അക്രൂരനെ സ്വകാര്യമായിട്ട് വരുത്തി. ആ മട്ടിൽ ഏർപ്പാടുകൾ ചെയ്തു കംസൻ അക്രൂരനെ ഗൂഢം ഉടൻ വരുത്തി. ചിരിച്ചു തൻ പൊന്മണി മഞ്ചമേറ്റിയിരുത്തി. താനിരിക്കുന്ന പൊന്ന് കെട്ടിയിട്ടുള്ള മഞ്ചത്തിൽ കയറ്റിയിരുത്തി സ്നേഹവായ്പോടുകൂടി, നീ എൻ്റെ ചങ്ങാതിയല്ലേ, ഞാനിപ്പോൾ വലിയൊരു പരിതാപത്തിലാണ്, നീ എന്നെ സഹായിക്കില്ലേ? ഓ സഹായിക്കാം എന്നാൽ ഞാൻ പറയാം. ചിരിച്ചു തൻ പൊന്മണി മഞ്ചമേറ്റിയിരുത്തിയേ ചൊല്ലി അലിഞ്ഞ് ഈ വണ്ണം ഇത് അവസാനിപ്പിച്ചു. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ഏകോന നവതീതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ 89ാമത്തെ സർഗം കഴിഞ്ഞു. ഇനി 90ാമത്തെ സർഗം പറയണം. അക്രൂരൻ്റെ ഭക്തി വിവരണവും കംസൻ്റെ കപട ഉദ്യമവും. രണ്ടും എക്സ്ട്രീമെൻ്റാണ് അല്ലേ? അതാണ് ജീവിതം. അതിനെ പോസിറ്റിവിറ്റിയിൽ നിർത്താനും നെഗറ്റിവിറ്റീനെ പോസിറ്റിവിറ്റി ആക്കാനും നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പോൾ അതിൽ 1ാം ശ്ലോകം ഇങ്ങനെയാണ്. അങ്ങേക്ക് ഭക്തിയുണ്ടെന്നു പലരും വന്നു ചൊൽകയാൽ അറിഞ്ഞേൻ, അത് എനിക്ക് ഓർക്കിൽ അത്യന്തം ഉപകാരമായി. അപ്പോൾ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം നാറും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ
കംസനെ പോലുള്ള മൂഢമതികൾക്ക് അറിയില്ല. അപ്പോൾ കംസൻ പരിതാപിക്കുകയാണ്. ഇവിടെ പലവരും വന്നിട്ട് പറഞ്ഞു അങ്ങക്ക് ഭക്തിയുണ്ട് എന്നുള്ളത്. എനിക്കിപ്പോൾ അങ്ങനെ ഭക്തിയുള്ളവരുടെ ആവശ്യമുണ്ട് എന്ന് പറയണം. അങ്ങേക്ക് ഭക്തിയുണ്ടെന്നു പലരും വന്നു ചൊല്ലുകയാൽ അറിഞ്ഞേൻ അതെനിക്ക് ഓർക്കിൽ അത്യന്തം ഉപകാരമായി. ഞാൻ അത് വേണ്ടമാതിരി ഉപയോഗിക്കാൻ പോവുകയാണ്. എനിക്കത് ഗുണം ചെയ്യും. രണ്ടാമത്തെ ശ്ലോകം. ഇന്നല്ലേ ഏകാദശി ദിനം, ഇന്ന് അങ്ങേക്ക് ഉപവാസമാം. ഗോപി മൺകുറിമാഞ്ഞിട്ടില്ല അതാ കാണുന്നു നെറ്റിയിൽ. ഇവിടെ ഞാൻ പറയുന്ന ഒരു സത്യം നിങ്ങൾക്ക് ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാവും. ഗോപി മൺകൂറി അറിമാഞ്ഞിട്ടില്ല, ഗോപി മൺകൂറിമാഞ്ഞിട്ടില്ല ഇതാ കാണുന്നു നെറ്റിയിൽ എന്ന് പറഞ്ഞെന്താ? ചെങ്കല്ല് ഒരച്ചിട്ടാണ് ഗോപന്മാർ കൂടിയിട്ടേരുന്നത്, അല്ലാണ്ട് ചന്ദനമല്ല. ചന്ദന എവിടെ ഇപ്പോൾ പിന്നെ രത്നമുണ്ട് അതുണ്ട് ഇതുണ്ട് എന്ന് പറയാനല്ലാതെ കണ്ട് സാധാരണക്കാർ കുറിയിടുന്ന ഭക്തന്മാരൊന്നും ചന്ദനമല്ല. ഇപ്പം ഞാൻ കുറിയിട്ടിട്ടുണ്ട്, ഇത് ചന്ദനമല്ല, ഇത് നർമ്മദാ നദിയിലത്തെ ഒരു ചെളിയാണ്. അതിനെ ഫോം ചെയ്ത് അരിച്ച് വെള്ളത്തിലിട്ട് ഊറി വെപ്പിച്ച് ചോക്കിൻ്റെ മാതിരി സ്റ്റിക്ക് ആക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ടാണ് വരുന്നത്. ഭയങ്കര സോഫ്റ്റാണത്, ഒരു അലർജിയും ഇല്ല. കാലാകാലമായി ഞാൻ ഇടാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നല്ലേ ഏകാദശി ദിനം, അങ്ങേക്ക് ഉപവാസമാം. ഗോപിമൺ കുറിമാഞ്ഞിട്ടില്ല ഇതാ കാണുന്നു നെറ്റിയിൽ. വിഷ്ണുപാദാംബുജധ്യാനം പലേതവണ നിത്യവും ശീലിക്കാറുണ്ട്, അതുപോലങ്ങ് തനി വൈഷ്ണവനാണു പോൽ. ഇതൊക്കെ പരിഹസിച്ചിട്ടാണ് പറഞ്ഞത്, പക്ഷേ ഇതൊക്കെ സത്യമാണേനും അല്ലേ നമുക്കുള്ള ഉപദേശങ്ങൾ. ഭയപ്പെടേണ്ട ഹേ സ്നേഹിത, ഭയപ്പെടേണ്ട ഹേ, തെല്ലും കളിയല്ല ഉര ചെയ്വൂ ഞാൻ. ഭുക്തനെന്നോതിടാം തെറ്റിദ്ധരിക്കല്ലേ മഹാപ്രഭു. ഭുക്തനെന്നോതിടാം, അങ്ങ് ചെയ്യുന്ന നന്മയ്ക്കനുസരിച്ചിട്ടുള്ള എല്ലാ ലൗകികതയും അങ്ങ് അനുഭവിക്കുന്നുണ്ട്. അതാണ് സത്യം. ഞാനും നിങ്ങളും എത്രത്തോളം അധ്യാത്മതയിലേക്ക് പോകണോ അത്രത്തോളം നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ടതായ ലൗകിക കാര്യങ്ങളെ ഭഗവാൻ അറിഞ്ഞു തരും നമുക്ക്. അതാണ് ഭഗവാന് മുക്തിപ്രദ. ആദ്യം ഭുക്തി, പിന്നെ മുക്തി. അപ്പോൾ ഭയപ്പെടേണ്ട ഹേ, തെല്ലും കളിയല്ല ഉര ചെയ്വതു ഞാൻ. വിശ്വസ്തനായൊരാളെ അങ്ങേ പോലെ ഇല്ല ഇവിടങ്ങളിൽ. തൊഴുതും കൊണ്ടുണർത്തിച്ചാന ക്രൂരൻ ഭക്തനല്ല ഞാൻ. ഭക്തനെന്നോതിടാം തെറ്റിദ്ധരിക്കൊല്ല മഹാപ്രഭു. അതായത് പിന്നെ കംസനോട് പറയാണ്, ഹേ മഹാപ്രഭു, തൊഴുതും കൊണ്ടുണർത്തിച്ചാന ക്രൂരൻ ഭക്തനല്ല ഞാൻ. മുക്തനെന്നോതിടാം തെറ്റിദ്ധരിക്കൊല്ല മഹാപ്രഭു. അപ്പോൾ ഇവിടെ ഈ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളവരൊക്കെ ഉത്തമന്മാരാണ്, ഇവരൊക്കെ അധമന്മാരാണേനും. അപ്പോൾ ഒരു ഉത്തമനെ കാണുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൊരു ത്വരിത നമ്മുടെ മനസ്സിലുണ്ടാവും. അത് കളിയാക്കിയിട്ടാണെങ്കിലും ശരി, മനസ്സ് തട്ടിയിട്ടാണെങ്കിലും ശരി. അപ്പോൾ പുകൾ പൂണ്ട വെറും ഭക്തപ്രിയനാം ഉദരം ഭരി നേരം പോകോതിനേൻ ഒട്ട് സത്യാവസ്ഥയുണർത്തിടാം. കണ്ടോ? പുകൾ പൂണ്ട വെറും ഭക്തപ്രിയനാം ഉദരം ഭരി, വയറ് നിറയ്ക്കണമെന്നാണ് അർത്ഥം. നേരം പോകോതിനേൻ ഒട്ടു സത്യാവസ്ഥയുണർത്തിടാം. ഞാൻ അധികം വളച്ചു കെട്ടിയിട്ടൊന്നും പറയുന്നില്ല, നേരെ ഞാൻ കാര്യങ്ങൾ പറയാം. മനുഷ്യജന്മം, ആരോഗ്യം, ആയുസ്, ഉത്തമ ജീവിതം, വാഗ്മനസ്സുകൾ തൊട്ടുള്ള സാമഗ്രികളും ഈ വിധം. ഒരു ഭക്തൻ മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യജന്മം, ആരോഗ്യം,
ആയുസ്, ഉത്തമ ജീവിതം, വാക്ക്, മനസ്സുകൾ തൊട്ടുള്ള സാമഗ്രികൾ. ഇവിടെ ഒരു 6 പറഞ്ഞു. ഇത് ശുദ്ധമാണോ? നമുക്ക് വിജയം ഉണ്ടാവും, ഇല്ലെങ്കില്ല. ഭാഗവതം പഠിക്കുകയാണെങ്കിൽ മനുഷ്യജന്മം, ആരോഗ്യം, ആയുസ്, ഉത്തമ ജീവിതം, വാഗ്മനസ്സുകൾ തൊട്ടുള്ള സാമഗ്രികളും ഈ വിധം തന്നൊരൻ നാഥനെ തീരെ മറന്നോരോ ദുരാശയാൽ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന മഹാപ്രഭുവിനെ മറന്നു. കാരണം എന്താ? ദുരാശയാൽ. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ എത്ര ആൾ എനിക്ക് ഗുരുവായൂർ പോണ്ട, എൻ്റെ മനസ്സിലാണ് ഈ ഉത്തമമായിരിക്കുന്ന വിജയഗാഥ ഇരിക്കുന്നത് എന്ന് പറയാൻ എത്ര ആൾക്ക് കഴിയും? അപ്പോൾ മനസ്സുകൾ തൊട്ടുള്ള സാമഗ്രികളും ആ വിധം തന്നെ എൻ നാഥനെ തീരെ മറന്നോരോ ദുരാശ. എൻ്റെ നാഥനായിരിക്കുന്ന പരബ്രഹ്മ സ്വരൂപനെ മറന്നിട്ടാണ് എല്ലാവരും. കേവലം ദിവസം പോക്കി വാഴ്വനൊരു ഭക്തനാം. കേവലം ദിവസം കളഞ്ഞിട്ട് ഭക്തനെ പറഞ്ഞിട്ടുണ്ടോ? ഭക്തൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മര്യാദാ പുരുഷോത്തമനായി തീരണം, മറ്റുള്ളവർക്ക് പ്രിയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്താ പ്രിയമായിട്ടുള്ളത്? കാശ് കൊടുത്തിട്ടൊരാളെ പ്രിയാക്കാൻ പറ്റില്ല, ചോറ് കൊടുത്തിട്ടൊരാളെ പ്രിയാക്കാം, മതി എന്ന് പറയും. ഇവിടെ സ്വന്തമായിട്ടൊരു ജീവിത സൗകര്യം, കറകളഞ്ഞ ഒരു ജീവിത സൗകര്യം ഉണ്ടായാൽ ആ വഴിയിൽ എത്തിച്ച ആൾക്കാരെ നമ്മൾ ഹൃദയം കൊണ്ട് നമസ്കരിക്കും. അത് കാശ് കൊടുത്തിട്ടാവാം, മേൽനോട്ടം ചെയ്തിട്ടാവാം. അപ്പോൾ കേവലം ദിവസം പോക്കി വാഴ്വോ നീ എന്തൊരു ഭക്തനാം. പ്രഹ്ലാദൻ ധ്രുവൻ ഈ വണ്ണം എത്രയോ ഭാഗ്യശാലികൾ പിറന്ന നാട്ടിൽ അവർ തൻ പുണ്യമാം ചരിതാമൃതം. അതായത് ഈ ഭക്തന്മാർ അപ്പോൾ പ്രഹ്ലാദൻ ധ്രുവൻ ഈ വണ്ണം എത്രയോ ഭാഗ്യശാലികൾ പിറന്ന നാട്ടിൽ ഇവർ തൻ പുണ്യമാം ചരിതാമൃതം നുകർന്നു പിന്നെയും തുച്ഛമാം വിഷയാശയാൽ ഹൃദയം നീചമായി തന്നെ വെപ്പോൻ എന്തോരു ഭക്തനം. മനസ്സിലെ ആവശ്യങ്ങൾ വെച്ചും കൊണ്ട് ഈശ്വരോപാസന ചെയ്യുന്ന ആൾക്കാരെ എന്താ വിളിക്കുക? അറിയില്ല എന്നാണ് പറഞ്ഞത്. മൂഢന്മാരെന്നാണ് ഭാഗവതം പറയാം. അപ്പോൾ പ്രഹ്ലാദൻ ധ്രുവൻ ഈ വണ്ണം എത്രയോ ഭാഗ്യശാലികൾ പിറന്ന നാട്ടിൽ അവർ തൻ പുണ്യമാം ചരിതാമൃതം നുകർന്നു പിന്നെയും തുച്ഛമാം വിഷയാശയാൽ ഹൃദയം നീചമായി തന്നെ വെപ്പോൻ എന്തൊരു ഭക്തനല്ല. അതിനുള്ള ക്വാളിഫിക്കേഷനാണ് പറഞ്ഞത്. അസംഖ്യം ഭഗവത് ഭക്ത ചൂടാമണികളെ സ്വയം മിന്നിച്ച് പുണ്യനാമങ്ങളെങ്ങും വിലസിയിടവേ അതാശ്രയിച്ച് തൻ മർത്യജന്മം ശോഭനമാക്കുവാൻ പ്രയത്നിക്കാതെ പലതും പറവോൻ എന്തു ഭക്തനാം. അപ്പോൾ ഭക്തൻ എന്ന് പറഞ്ഞാൽ അതിനൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. ആ കോഡ് ഓഫ് കണ്ടക്റ്റിൽ നമുക്ക് സ്ഥാനം വേണം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പറയണു, വെറും പുൽത്തുമ്പിനേക്കാളും താഴ്മശീലിച്ചുമെല്ലവേ മനഃശാന്തി വളർത്തിടാൻ മഹാന്മാരുരചെങ്കിലും. വെറും പുൽത്തുമ്പിനേക്കാളും താഴ്മശീലിച്ചു മെല്ലവേ മനഃശാന്തി വളർത്തിടാൻ മഹാന്മാരുരചെങ്കിലും. ഓർക്കാത്തോരക്ഷരം പോലും വല്ലോർ അപ്രിയമോതുകിൽ ക്ഷമ വിട്ടുല ഉടലൊട്ടാകെ പിറപ്പോൻ എന്ത് ഭുക്തനാം. അതാണ് അതിൻ്റെ അത് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് വൈകുന്നേരം പറഞ്ഞിട്ട് ഇതിനെ ഏകീകരിച്ചിട്ട് റിലേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അത് ഓർക്കോദരക്ഷരം പോലും എന്നുള്ളത് ഒന്നുകൂടി പറയാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 40 മിനിറ്റ് ആക്കിയിട്ട് നിർത്താം.